ഹലോ ഗായ്സ്, വെൽക്കം ടു ലണ്ടൻ ബി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റിൽ ഞാൻ ആസ് എ സ്റ്റുഡൻറ്റ് വിസയിൽ UK പോകുന്നത്. അതിൻ്റെ തുടക്കമായിട്ട് സങ്കടങ്ങളും എയർപോർട്ടിൽ വെച്ച് ഫോട്ടോ എടുപ്പും കാര്യങ്ങളും എല്ലാം സ്വാഭാവികമാണല്ലോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ദൂരം ആദ്യമായിട്ട് ഒറ്റയ്ക്ക് വരുമ്പോൾ സങ്കടം ഉണ്ടാവില്ലേ? അങ്ങനെ നല്ല സങ്കടം ഉണ്ടായി. എന്നാലും നമ്മൾ ഈ TV-യിലൊക്കെ കണ്ട UK-യും ലണ്ടനൊക്കെയാണ് കാണാൻ പോകുന്നറിയുമ്പം ഭയങ്കര സന്തോഷമുണ്ടായി. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ആദ്യം ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഫ്ലൈറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്ലൈറ്റ് 4:20 മോർണിംഗ്. അതുകൊണ്ട് തന്നെ രാവിലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല ആദ്യമായിട്ടാണല്ലോ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായി. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്ലൈറ്റ് വീണ്ടും ഡിലേ ആയി. എനിക്ക് 7:30 എൻ്റെ ഫ്ലൈറ്റ് വന്നത്. അതുകൊണ്ട് വീണ്ടും ഞാൻ 7:30 വരെ ഉറങ്ങായിരുന്നതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കം വന്നു. ഫസ്റ്റ് ഫ്ലൈറ്റ് കുറേയൊക്കെ ഞാൻ പിടിച്ച് വെച്ച് ഉറങ്ങാണ്ട് സീൻസും കാര്യങ്ങളൊക്കെ കണ്ട് വീഡിയോസൊക്കെ എടുത്ത്. കാരണം ഫസ്റ്റ് ഫ്ലൈറ്റിലേ മേഘത്തിൻ്റെ മേളിൽ കൂടെ പോകുന്നു, മേഘത്തിൻ്റെ താഴെ കൂടെ പോകുന്നു. ഇറ്റ് വാസ് നൈസ്. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഉറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞപ്പോൾ അവർ ഫുഡ് കൊണ്ടുവന്നപ്പോഴാണ് എണീച്ച്. അത് കഴിഞ്ഞ് എൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ഞാൻ അബുദാബിയിൽ വന്നിറങ്ങി. ഇതാണ് അബുദാബി എയർപോർട്ട്. അബുദാബി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വേഗം പോകുമായിരുന്നു. വേഗം പോയിട്ട് ചെന്നപ്പോൾ തന്നെ ഫ്ലൈറ്റിൽ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുക. പിന്നെ നേരെ ഓടിച്ചെന്ന് കയറി. അങ്ങനെ ഞാൻ അറ്റ് ലാസ്റ്റ് റീച്ച്ഡ് ലണ്ടൻ ഹീത്രോയിൽ എയർപോർട്ടിലാണ് വന്നിറങ്ങിയത്. അവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കസിൻസ്, ചേച്ചിയും ചേട്ടനും എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായി. ലണ്ടനിലെ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ ഭയങ്കര കുറച്ച് വീഡിയോസൊക്കെ കണ്ട് പേടിച്ചാണ് ഇരുന്നത്. എന്നാലും ഇറ്റ് വാസ് ഓക്കെ. ബട്ട് ഇവരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ തിരിച്ച് നാട്ടിലെത്തിയ ഒരു ഫീല്. പിന്നെയാണെങ്കിലും എല്ലാം ഓക്കെ ആയിരുന്നു. ആദ്യമായിട്ട് UK വന്ന് ട്രാവൽ ചെയ്ത് പിന്നെ കോളേജിൽ പോയി. ഇറ്റ് വാസ് നൈസ്.